ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദി ഗെയിമിംഗ്. വെൽക്കം ബാക്ക് ടു ദ ലൈമാൻ ഗെയിമിംഗ്. 2-3 ദിവസം നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ടൈം കിട്ടിയില്ല. ഓക്കെ, സോ ഗൈസ്, താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ടിൽ ടുഡേ. നമുക്ക് പുതിയൊരു ഈവൻ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് പോയി നോക്കാം. നമുക്ക് എന്തായാലും ഡെഡ് ആവും പോകുമ്പോൾ, കാരണം വെപ്പണൊന്നും എടുത്തിട്ടില്ല. കാരണം ഫാം ഹൗസിലോട്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് റൺ ചെയ്തിരുന്നത്. അതിനുശേഷം നമുക്ക് ഈ സ്ഥലത്തോട്ട് തന്നെ പോയിട്ട് നോക്കാം. ജസ്റ്റ് ഇൻബോക്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കളക്ട് ചെയ്യാം പോകുന്ന വഴിക്ക്. സോ നമ്മളിതെടുത്തു ആൻഡ് നമ്മളെന്തെങ്കിലും ഇൻബോക്സിലുണ്ടോ നോക്കട്ടെ. ഐറ്റംസ് ഇൻബോക്സിൽ വെപ്പൺ ഐറ്റംസ് ഒന്നുമില്ല. ഓക്കെ, സോ ലാസ്റ്റ് നമ്മുടെ ഫാം ഹൗസ് വലിയ മോശമായി പോയി കളിച്ചത്. സീസൺ റിവാർഡ്സ്, this is zero, you'll be able to choose any reward. Okay, reward ആയിക്കോട്ടെ. ലെവൽ 25, 30 ക്ലോസിങ്. ഇനി നമുക്ക് 92 ടെക് നത്തിങ്, ടെക് ഓൾ ടെക്. നമുക്കിതിനകത്ത് എടുക്കാൻ പറ്റുന്ന ഏതാ? ഇതൊന്നും എടുക്കാൻ പറ്റുമോ? ഓക്കെ, ഐറ്റംസ് ഇൻ ടു ഇൻബോക്സ്. നല്ലൊരു എക്യുപ്മെൻ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. സോ നമുക്കതെടുത്തിട്ട് പോകാം. ലെവൽ 16, 21, 26. സോ ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവൻറ്റ്സ്, സീസൺ, ഓക്കെ. ആയിട്ടില്ല, ശരി. സോ നമ്മളത് ക്ലോസ് ചെയ്തു. നമ്മുടെ കാലണ്ടറിനകത്ത് എന്താ ഉള്ളത്? സപ്ലൈ ഓപ്പൺ. ഇതിനകത്ത് നമുക്ക് ഏതാ വേണ്ടി ക്ലൈം ചെയ്യാം? ഓ, ഈവൻ ലാസ്റ്റ് ഐറ്റംസ്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ഇൻബോക്സിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ നോക്കാം. ഇത് നമുക്ക് എടുക്കാം. കാരണം നമ്മൾ വെപ്പണൊന്നുമായിട്ടുള്ള വന്നിട്ടുള്ളത്. നമ്മൾ നേരെ വന്നത് നമ്മുടെ ഫാമിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ ഹെഡ് ഹണ്ടിങ് ഏരിയ, ആർമി, സം semblance of an army still functions today. Sometimes you can spot a helicopter dropping supplies of നമ്മളിവിടെ വന്നിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത് അറിയില്ല. ഇവൻ്റെ ആയിരിക്കും. ഫ്ലഷ് ബോഡി. ഓക്കെ, ലുക്ക് അറൗണ്ട്, പമ്പ് യുവർ സെൽഫ് അപ്പ് വിത്ത് FBI. നമ്മുടെ കയ്യിൽ തന്നെ പിയർ എന്തെങ്കിലും ഉണ്ടോ? വില്യം ചേട്ടൻ, ഗെറ്റ് എ ബൂസ്റ്റ്. ഓക്കെ, ടാസ്ക് കംപ്ലീറ്റ് ആയി. ഇനിയുള്ളത് ഫൈറ്റിന്. ഓക്കെ, എന്തൊക്കെ സംഭവമുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. വിൻ ആൻഡ് ഡൈ. ലെറ്റ് സി. ഡീലറിൻ്റെ അടുത്ത് എന്താ ഉള്ളത്? ഡീലർ ചേട്ടൻ ഫ്രീ ആയിട്ട് എന്തെങ്കിലും തരാനുണ്ടോ? ഇല്ല. ഓക്കെ, ജസ്റ്റ് നമ്മളോട് എന്തൊക്കെയുള്ളതെന്നുള്ളതൊന്ന് ചുറ്റി കണ്ടിട്ട് പോയി നോക്കാം. എന്തോ സംതിങ് ലൈക്ക് എന്തോ ഒരു ഗെയിം പോലെ ഉണ്ട് കണ്ടിട്ട്. മീൻസ് സോറി, ഗെയിം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഒരു മാച്ച്. ഓക്കെ, നമ്മൾ ചുറ്റും നോക്കിയിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത് നോക്കി നോക്കട്ടെ.
The fight, are you ready to get your ass kicked? ഒറ്റ നിമിഷം ഞാനൊന്ന് എടുത്തു വെച്ചോട്ടെ, എന്താ സംഭവിക്കുന്ന അറിയില്ലല്ലോ. ഓക്കെ. റെക്കമെൻഡഡ് എക്യുപ്മെൻറ്റ് ഇത്രയുണ്ട്. ബ്ലഡ് ഗൾപ്പർ, പുഷ് ഇൻടു ദ ബാരൽസ്. വേണ്ട അണ്ണാ, ഉള്ള എക്യുപ്മെൻറ്റ് ഇപ്പോൾ പോവും. ഇത് നമുക്ക് പിന്നെ കളിക്കാം കേട്ടോ, നമ്മൾ വരാമേ. ഈ സാധനം മാത്രം. ഇതിൻ്റെ ഡാമേജ് എത്രയുണ്ട്? 6, 1.8. ഓ, 55. നല്ല എക്യുപ്മെൻറ്റാണ്, കളയണ്ട, എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം. സോ വി വിൽ ഗെറ്റ് ബാക്ക് ടു അവർ ബേസ് ആൻഡ് ലുക്ക് ഫോർ സർവൈവേഴ്സ് പാത്ത് മിഷൻ. പക്ഷെ അതിൽ ചോപ്പറിൻ്റെ പാർട്സ് ഉണ്ടാക്കണം. ചോപ്പറിൻ്റെ പാർട്സ് ആർ ഡിഫിക്കൾട്ട്. നോക്കി നോക്കാം. ക്ലോസിങ്, ഗെറ്റ് ബാക്ക് ടു അവർ ഹോം. പിന്നെ ഉള്ളത് ഇവിടെ ഇങ്ങനെ സ്ഥലമുണ്ട്, ഫിഷ്. ഓക്കെ, സോ വീട്ടിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. And just outside, even a casual passerby would love to steal your resources if they are unprotected. വർക്ക് ബെഞ്ചും ജസ്റ്റ് പുറത്ത് വയ്ക്കരുത്. സോ നമ്മുടെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ട്. ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പോയി. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഇനി എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നോക്കണം. നമ്മളിവിടെ ഒരു കുക്കിംഗ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സാധനം കിട്ടി. ടെക് നമ്മുടെ ലൈഫ് 88, 89. നമ്മുടെ കിറ്റൻ എന്താ കഴിക്കുന്നേ? അത് പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. ഏജപ്പ് കണ്ടിന്യൂ. ഓക്കെ, ഗുഡ് 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 ഗുഡ്. മിന്നു പൂച്ച. നിങ്ങൾക്കൊരു സാധനം തന്നിട്ടില്ലല്ലേ കഴിക്കാനായിട്ട്? ഇവിടെ നിങ്ങൾക്കായി ഒരു സാധനം ഉണ്ടെന്ന് തോന്നുന്നില്ല. അസംബിൾ എ ചോപ്പർ. ചോപ്പർ അസംബിൾ ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ കുഞ്ഞ്? ഇനി ഈ 3 സാധനം വേണം. 1, 2, 3. ഈ 3 ഐറ്റം വേണം. പിന്നെ എഞ്ചിൻ്റെ പാർട്സും വേണം. ഇത് എവിടെ നിന്ന് കിട്ടും നമുക്ക്? അത് നോക്കണം. സോ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആർമർ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നോ ആർമർ. ഒരു പാൻറ്റും ഉണ്ടെങ്കിലും. ഇതൊന്നും ഒരു സാധനമില്ല. ആകെപ്പാടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗ് സെറ്റ് ചെയ്യാം, ക്രാഫ്റ്റ് ചെയ്യാം. ബാൻഡേജ് ക്രാഫ്റ്റ് ചെയ്യാൻ പോലും നമ്മുടെ സാധനമില്ല. സോ വി ഹാവ് ടു ഗോ ഫോർ ലൂട്ട്. മെഡി കിറ്റ് ഉണ്ടോ? എടുക്കാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആ ഫാമിൽ പോയിട്ട് കയ്യിലുള്ളതെല്ലാം തീർന്നു ശരിക്കും. ക്യാരറ്റ് ഉണ്ടോ? 20 ക്യാരറ്റ്സ്. ബങ്കർ കോഡുണ്ട്, ആയിക്കോട്ടെ. ഇനിയുള്ളത് ഇതൊക്കെ വെറുതെ ഇരിക്കണം, ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാതെ. ഓക്കെ, ഈ പൈൻ്റെ വുഡ് നമ്മ എവിടെ വയ്ക്കും? ഇവിടെ വയ്ക്കാം, തൽക്കാലം ഇരിക്കട്ടെ. സോ വി ഹാവ് ടു ടേക്ക് സം, ഗോ ടു ബങ്കർ. ഓക്കെ, ടു അസംബിൾ എ ചോപ്പർ.
To the expectation that go to the near okay chopper gas. ഡോഗിൻ്റെ അടുത്തോട്ട് പോയിട്ട് നോക്കിയിട്ട് വരാം എന്താ സംഭവിക്കും നോക്കട്ടെ. ഇവിടെ എന്താ ന്യൂ കിടപ്പുണ്ട്, ജസ്റ്റ് അതോടെ നോക്കാം. ന്യൂ ബിൽഡിംഗ്, നോ നീഡ്. ടെക് റെയർ വെപ്പൺ മൊഡ്യൂൾ ബ്ലൂ പ്രിൻ്റ്, ഇതെടുത്ത് നോക്കാം. റെയർ വെപ്പൺ മൊഡ്യൂൾ ബ്ലൂ പ്രിൻ്റ് ടേക്ക് ചെയ്തു. ഇതെന്താ യൂസ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഓപ്പൺ ബ്ലൂ പ്രിൻ്റ് ഫോർ ഗൺ യൂസ് ന്യൂ വെപ്പൺ മോഡ്. ഇതെന്ത് മോഡാണ് നോക്കട്ടെ. ഓക്കെ, ജസ്റ്റ് പോയിട്ട് ഇവിടെ എന്താ സംഭവിക്കും നോക്കാം. വിശക്കുന്നുണ്ടാകുമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും. മോഡിഫൈ വേണമെന്ന്. ഓക്കെ, കമ്പാനിയൻ I see. Are you the companion? ഡ്യൂക്കിൻ്റെ ആണോ റേറ്റ് കമ്പാനിയൻ? സോ ടേക്ക് എല്ലാം റിക്കോർഡ് ട്രൂ ഫ്രണ്ട്. യാരുമേ ട്രൂ ഫ്രണ്ട് അല്ലേ? ഓക്കെ, ഉള്ളതെല്ലാം മെയിലാണ്. മെയിൽസ് ആരുമില്ല. നമുക്കിവിടെ നിന്ന് ഇറങ്ങാതെ ഈ ലൂട്ട് കിട്ടുന്ന എവിടെയെങ്കിലും പോയി നോക്കാം. ഈ 3 ലൂട്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. തരാം. മറ്റേ ടീം ഏത് ടീം? കൊറിയർ ടീം ആണോ? അല്ല, ഇത് മറ്റേ ഹീലർ ചേട്ടായി. ഓക്കെ, വേറെന്താ ചെയ്യേണ്ടി? പറയും. ഐറ്റം ഒപ്റ്റൈൻഡ്. എന്ത് ഐറ്റമാണ് നമുക്ക് കിട്ടിയത്? പറ. പാൽ സോംബി. നോ. ഇതെന്താ ATV ഓട്ടിക്കാനല്ലേ? ATV വേണ്ട. ATVയും കൊണ്ട് കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുകയല്ലേ. അവിടെ ചെന്നാൽ ഫുള്ളായിട്ട് സ്റ്റക്കാവും. ഇനി അത് നശിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പൈസ കൊടുക്കണം. അസംബിൾ ചോപ്പർ ഗ്യാസ്. ഓക്കെ, ബങ്കർ ആൽഫ നോക്കാം. ബട്ട് നിലവിൽ ഒരു സാധനം കയ്യിലില്ല. ബങ്കർ ആൽഫ ചെന്നിട്ട് തന്നെ നോക്കേണ്ടി വരും. ജസ്റ്റ് നമ്മൾ ടൂറ് കണ്ടതുമില്ല, ഗൈഡ് കണ്ടതുമില്ല വീഡിയോസ്. സോ അത് കണ്ടിട്ട് ബാക്കി കളിക്കാമെന്ന് കരുതുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കുള്ള നോർമൽ ലൂട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കാം. വാട്ട് ഈസ് ദിസ് പ്ലേസ്? ക്ലൈമറ്റ് അനോമലി. ഇതെന്തൊക്കെ മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ട് വരുന്നേ? ബുങ്കർ ആൽഫ പോയി കഴിഞ്ഞാൽ പക്ഷേ പാർട്സുകളൊക്കെ ഉണ്ട്. വണ്ടി പാർട്സ്, സംഭവം, എൻജിൻസ് എല്ലാം ഉണ്ട്. പക്ഷേ ന്യാശത്തിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഇവിടെ പോയാൽ കുറച്ച് ലൂട്ട് കിട്ടും, ആവശ്യത്തിനുള്ള നമ്മുടെ മെഡിക്കിറ്റും ബാക്കിയുള്ള ഐറ്റംസും കിട്ടും പ്രതീക്ഷിക്കുന്നു. ഇനി ഇവിടെ പോയിട്ട് കാര്യമുണ്ടോ? ഈ ഷിപ്പിൽ പോയിട്ട് കാര്യമുണ്ടോ ബ്രോ? കഴിഞ്ഞ പോയിട്ട് നമ്മളെ ചാമ്പിയതാണ്. സോ നിലവിൽ ഈ ഒരു സ്ഥലത്തോട്ട് പോയി നോക്കാം. ടു ദ ഡിസ്ട്രോയിഡ് കോൺവോയ്.
ലെറ്റ്സ് ഗോ ടു ദ ഡിസ്ട്രോയിഡ് കോൺവോയ്. എൻ്റർ. വളരെ സമാധാനത്തിൽ കളിക്കാം. എന്നിട്ട് ലൂട്ടോട് കിട്ടുന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ബങ്കർ ആൽഫയിലോട്ട് പോവാം. ഒരു വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം. ഐ തിങ്ക് ദാറ്റ്സ് ബെറ്റർ. ഈ വെപ്പൺ ഞാൻ യൂസ് ചെയ്യുകയാണ്. കിട്ടിയത് കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല വെപ്പണാണെന്ന് തോന്നുന്നു കണ്ടിട്ട് തന്നെ. പിന്നല്ല, നല്ല വെപ്പൺ അല്ലാണ്ടിരിക്കുക. സോ ജസ്റ്റ് നമ്മൾ ഈ സാധനം എടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നു. ആ ഗണ്ണ് ഞാൻ എടുത്തുകൊണ്ട് വന്നല്ലേ, ഒരാവശ്യമില്ലാണ്ട്. ആ ഓക്കെ, പോരെ. ഇവരെന്താ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ശരിക്കും ഞാൻ വളരെ പതുക്കെ സാവധാനത്തിലല്ലേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. സൗണ്ട് കേട്ടിട്ട് വരുന്നവരായിരിക്കുമോ? പ്ലസ് ഇവിടെ വേറെയും പുറത്തുനിന്നുള്ള ഇത്രയും ചെറിയ സാധനത്തിലാണോ കുഞ്ഞ് ഞാൻ വന്നേ? ഇവിടെ വേറെയും പുറത്തുനിന്നുള്ള ചില ആളുകൾ വരാൻ സാധ്യതയുണ്ട്. മീൻസ് മറ്റ് സർവൈവേഴ്സ്. ഡിസ്ട്രോയിഡ് കോൺവോയിൽ എന്താ ഉള്ളത് നോക്കട്ടെ. കോൺവോയിൽ എന്തുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്നു. ഒരുപാട് പെട്ടികളുണ്ട് ഇവിടെ. പെട്ടീസ്. ഈ സാധനം എൻ്റെ പുറത്ത് സ്പ്രേ ചെയ്തില്ല, പക്ഷേ ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന കാണുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ റീസൺ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കൈൻഡ്ലി ടെൽ മീ. ആക്ച്വലി ഇത് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ എൻ്റെ മേത്ത് വരേണ്ട ആവശ്യമുള്ളത്. ഇഷ്ടം പോലെ സോംബിയുടെ മേളം. ഇവിടെ 1-2 സോംബി. മറ്റേ വലിയ സോംബികളാണെങ്കിലാണ് ടാസ്ക് ഉള്ളത് കൊല്ലാൻ. ആഹാ, ബ്ലോട്ടറോ അങ്ങനെന്തോ സംഭവമല്ലേ? അപ്പുറത്തൂടെ കറങ്ങി വരണം. ഓക്കെ, സോ നമുക്ക് പിന്നെ ഒന്നെടുക്കാം. നമുക്കതിന് മുന്നേ അപ്പുറ സൈഡിലുള്ള സോംബികളെ തട്ടാം. പക്ഷെ ആക്ച്വലി ഇത് മൊബൈലിൽ റണ്ണാവുന്ന ഗെയിമാണ്. പക്ഷേ PC-യിൽ കളിക്കുമ്പോൾ ഒരു സുഖമുണ്ട് ബ്രോ. ബേസിക് PC ആണിത്. നോർമൽ സ്പെക്കുള്ള PC. ഈ തള്ളയെ തട്ടുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും വരുമോ? ഒറ്റയടി അടിച്ച് നോക്കാം ഫസ്റ്റ്. അത് കൊള്ളാം. ലെവലപ്പ് എന്തോന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്നാണ്. ഓക്കെ, ഐ തിങ്ക് ഞാൻ സെലക്ട് ചെയ്ത് കറക്റ്റാണെന്ന് തോന്നുന്നു. പോരെ, ഇങ്ങോട്ട് പോരെ, നമുക്ക് ദൂരെ പോയി എന്തെങ്കിലും സംസാരിച്ചിരിക്കാം കേട്ടോ. This equipment is nice. ഡിസ്ട്രോയിഡ് കോൺവോയ്. ശരിക്കും ഇഷ്ടം പോലെ ബോക്സ്. എല്ലാത്തിലും പക്ഷെ 1-2 ഐറ്റംസേ ഉള്ളൂ. അതാണ് ആകെ ഒരു വിഷമം. മെഡിക്കൽ കിറ്റുണ്ട്. സോ അഗൈൻ സം ക്യാരറ്റ്സ് കഴിച്ചു.
ഓക്കെ, ഇതൊക്കെ ചെയ്യണം. പിന്നെ ആവശ്യം യൂസ് കഴിച്ചു. ഓ, ഫ്രണ്ട് സീഡ് ചെയ്യാൻ്റെ ഇത്രയ്ക്ക് പവറുള്ളായിരുന്നോ? കമോൺ, അഡ്വർടൈസ്മെൻറ്റ് കണ്ടുവരുമോ? മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല നമ്മുടെ റെക്കോർഡിങ്. ഇൻക്ലൂഡ്സ് പെയ്ഡ് പ്രൊമോഷൻ ആണ് ബ്രോ. ഞാൻ നോക്കട്ടെ ഈ പറയുന്ന സാധനം OBS ജസ്റ്റ് ഓപ്ഷൻ ഉണ്ടോ നോക്കാം. സോറി ഗൈസ്. നോക്കട്ടെ ഇവിടെ സെറ്റിങ്സ് നോട്ട് വർക്കിംഗ്. നമുക്കത് അടുത്തേനും നോക്കാം. ഔട്ട്പുട്ട് സ്ട്രീമിംഗ് റെക്കോർഡിംഗ്. ഓക്കെ, സെറ്റിങ്സ് ഔട്ട്പുട്ട് recording. I see there will be option coming if I click this quality medium file size. If I click that one, so it will come. Okay, maybe next video onwards നമ്മളത് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് റെക്കോർഡിംഗ് ആയതുകൊണ്ടാണ് വർക്കാവാത്ത. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില പോർഷൻസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്കൊന്നുകൂടി പ്ലേ ആക്കാം. ഓക്കെ, സോ ഗൂഗിൾ പ്ലേ ആർട്സ് ഇത് ക്ലോസ് ആയിപ്പോ. Come on. Google Play. So I click back. Add close ചെയ്തു. So this game is coming. Back. ആക്ഷൻ ഇൻ പ്രോഗ്രസ് കാണിക്കുന്നുണ്ട്. മേ ബി നമ്മളിവിടുന്ന് സർവൈവ് ചെയ്യുമായിരിക്കും. സോ നോക്കി നോക്കാം. അലംബ്രോ പറഞ്ഞ പോലെ നമ്മൾ ഇതിനകത്ത് നിന്നാണ് ഇപ്പോൾ, ഈ ഒരു സിസ്റ്റം വഴിയാണ് നമ്മളിപ്പോൾ തിരിച്ച് റിവൈവായി വരുന്നത്. ജസ്റ്റ് എങ്ങനെ വർക്കാവുന്നതെന്ന് നോക്കാം. നമ്മുടെ എല്ലാ സാധനവും തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ എല്ലാ സാധനവും ഉണ്ട്. യെസ് ബ്രോ, നമുക്ക് കിട്ടാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് ആക്ച്വലി ഇത് നല്ലൊരു ഐഡിയ തന്നെയാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. സോ ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് നേരെ ഉള്ള ഐറ്റംസൊക്കെ നമുക്കിവിടെ ഫില്ല് ചെയ്യാം. ഓൾ
കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുക്കുന്ന ഐറ്റംസ് ഒന്നുമില്ല. ഈ ഗണ്ണ് എന്തിനാണ് എടുത്തിട്ട് പോയത്? അത് അവിടെ നിന്ന് കിട്ടിയതാണ്. ഓക്കെ, സോ ഐ വാണ്ട് ടു മേക്ക് അനദർ ബോക്സ് with another color, black. Take black. റീപെയിൻ്റ് ആണ് വേണ്ട. സോ ഓൾറെഡി കളറുണ്ട്. നോ, കളറില്ലല്ലോ. പെയിൻറ്റ് ബ്ലാക്ക്. ഗുഡ്. പുട്ടോൾ ഇവിടെ അല്ല ഡൗണിലെ ഇവിടെ. പുട്ടോൾ ഈ സ്റ്റീലൊക്കെ വെക്കുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ മക്കളെ, എന്തുവാ അതിൻ്റെ പേര്? തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ബാൻഡേജ് സെറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ട്, ഒരെണ്ണം. എന്നാലും പ്രശ്നമില്ല, സന്തോഷം മാത്രം. ഇത് ക്യാരറ്റ് മാത്രം കഴിച്ചുകൊണ്ട് പോയില്ല. ഇപ്പം എന്തായാലും ഈ വെപ്പൺ നമ്മളെ തീരാൻ പോകുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ക്രോബോ എടുത്തിട്ട് പോവാം. എന്തും കിട്ടും, ഇതൊക്കെ ചെയ്യാം. സോ വി വിൽ ഗോ ബാക്ക് ടു ഡിസ്ട്രോയിഡ് കൊണ്ടുപോയി. അപ്പോൾ ഇനി കളക്ട് ചെയ്യാൻ കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അതും കളക്ട് ചെയ്തിട്ട് നമുക്ക് വരാം. ഷോ മീ. നമുക്ക് ഇവിടുന്ന് നേരെ എങ്ങോട്ടേക്ക് പോവാം? എങ്ങോട്ടേക്ക് പോവാം? ഒരു ഹ്യൂമാനിറ്റേറിയൻ ബോക്സ് വേണമെന്ന് പറഞ്ഞ ഇവിടെ കാണുന്നില്ല. കം ഓൺ, where it is? ഇവിടെ, അവിടേക്ക് പോവാം. 26 ലൂട്ട് ഇത്രയും കിട്ടും. എൻജിൻ പോസിബിൾ ലൂട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോകാൻ തരും. അനോമലി സീസൺ. ഗോ ടു ദ ക്ലൈമറ്റ് അനോമലി. അവിടെ പോയി നോക്കാം നമുക്ക്. ജസ്റ്റ് 114 എനർജി, 93, 108. ദാറ്റ്സ് ഗുഡ്. എന്തെങ്കിലും തിരിഞ്ഞൊക്കെ നിൽക്കുന്നേ? ബ്ലോട്ടർ. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. പോരും. സോ ഇത് ക്രോബർ ഭയങ്കര ഫാസ്റ്റായിട്ടുള്ളൊരു വെപ്പൺ തന്നെയാണ്. അതുകൊണ്ട് സംഭവം യൂസ് ചെയ്യുമ്പോഴൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഫാസ്റ്റ് ബൈറ്റർ ഓക്കെ ആണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ. ഇയാളുടെ കയ്യിൽ നിന്നുള്ള ഐറ്റംസ് നമ്മളെടുത്തു. ഇനി നമുക്ക് പോകേണ്ടത് എങ്ങോട്ടേക്കാണ്? റോമിംഗ് സോംബി. പോകൂ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നത്. സാധാരണ അങ്ങനെയാണ്. വാവ്, നല്ലൊരു വെപ്പണാണത്. നല്ലൊരു വെപ്പൺ.
ഓൾമോസ്റ്റ് ഓടല്ലേ. നല്ല ഫാസ്റ്റ് വെപ്പൺ ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാനൊരു സുഖമുണ്ട് ബ്രോ. നല്ലൊരു വെപ്പണാണ്. വെപ്പൺ ഗാറു പൊട്ടിച്ചിട്ടടിക്കാന് ഓടല്ലേ. പട്ടിക്കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ. സോ തൽക്കാലം നമ്മൾ ഈ സ്കില്ലൊന്ന് ഓട്ടോ സ്കില്ലാക്കിയാലോ. എന്തെങ്കിലും കളക്ട് ചെയ്യാനുണ്ടെങ്കിലോ. ആയിക്കോട്ടെ, ചെടിയെങ്കിൽ ചെടി. ഇതിൽ യൂസാകാത്ത സാധനങ്ങളൊന്നുമില്ല, എല്ലാം ആവശ്യമുള്ളത് തന്നെയാണ്. കൊള്ളാം. ഹ്യൂമാനിറ്റേറിയൻ ബോക്സ്, ഗുഡ് ഐറ്റംസ്. ഈ പ്ലാന്റ് ചുമ്മാ പറക്കി കളിക്കണോ നീ? ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദി വണ്ടർഫുൾ ലൂട്ട്. സോ ഇവിടെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് നമുക്ക് ഇവിടെ പോവാം. എങ്കിൽ നമ്മുടെ കോൺവോയ് പോയോ? ഇല്ല, കോൺവോയിലോട്ട് പോയി നോക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇവിടെ പോകും. പുതിയതായിട്ടൊരു സെറ്റപ്പ് വന്നിട്ടുണ്ടല്ലോ, ആ സെറ്റപ്പിലേക്ക് പോയി നോക്കിയിട്ട് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് നമ്മുടെ പട്ടിക്കുട്ടികൾക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാതെ വരുന്നത് മോശമാണ്. അതൊന്നാമത്തെ കാര്യം. Come on you guys, enjoy. 3 മണിക്കൂറുള്ളതേ ഉള്ളൂ. യങ്ങർ ഫസ്റ്റ്. ഓക്കെ, നമുക്കിവിടെ ഇത്ര ഐറ്റം വേണം. ആയിക്കോട്ടെ. സോ ഇതിനെപ്പറ്റിയൊരു ഗൈഡ് കാണേണ്ടി വരും. ഇതിൻ്റെ മീറ്റിംഗ്. ഓക്കെ, ഫ്രൂട്ട്സ് വെപ്പൺറി. പിന്നെ ഉള്ളത് ഈ ഐറ്റം പുട്ട് ഓൾ ഈ ഐറ്റം. ഈ സോഡ കുപ്പിയൊക്കെ നമ്മൾ വെക്കുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ. ഇതല്ല, ഈ സോഡ കുപ്പീൻ്റെ അടപ്പ് വയ്ക്കുന്ന സ്ഥലമുണ്ട്. യെസ്, പുട്ട് ഓൾ. പിന്നെ നമ്മൾ നേരെ ഇവിടെ ഇത് ഉണക്കാനിടണം. വാച്ച് വയ്ക്കാനുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമുക്കവിടെ കുറച്ച് കട്ടകൾ സെറ്റ് ചെയ്യാനുണ്ട്. ലാസ്റ്റ് നമ്മൾ വാച്ച് വയ്ക്കുന്നു. ഓക്കെ, സോ നമ്മളിങ്ങോട്ട് നേരെ തിരിച്ചു പോകുന്നത്. ഓക്കെ, എക്യുപ്മെൻ്റ് ഓക്കെയാണ്.
നമ്മളാദ്യം തിരിച്ചു പോകുന്നത് ഒരു ബോക്സ് കൂടെ നമുക്കവിടെ ഓപ്പൺ ആക്കാനുണ്ട്. നമ്മുടെ അബാൻഡൻഡ് കോൺവോയ് അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ഫ്രണ്ട്സിഡ് ജെയിൻറ്റ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ടാസ്ക് ആവും. ഇതിവിടെ ലൂട്ട്സ് ഉണ്ട്, എന്തൊക്കെയോ ലൂട്ട്സ് ഉണ്ട്. ഒരുപാട് മാപ്സായി, ഒരുപാട്. ജസ്റ്റ് തുടക്കത്തിൽ 1-2 കൊണ്ടേ ഉണ്ടായിരുന്നുള്ളൂ സാധനം. ഇനി അങ്ങോട്ട് കിടക്കുമെന്ന് തോന്നുന്നതൊക്കെ. ആഹാ, ഇവിടെ എന്തൊക്കെ തുടങ്ങിയോ? ഡ്യൂറിങ് ക്ലാൻ വാർ ക്ലാനൊക്കെ ഉണ്ട്. ബങ്കർ ബ്രാവോ, റെഡാണ് ബങ്കർ ബ്രാവോ. ഇപ്പം ടാസ്ക് തന്നെയാണ്. ബങ്കറുകളെല്ലാം റെഡാണെന്ന് തോന്നുന്നു. മെതുവ ആ തള്ള ഒരു വട്ടം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിറ്റാവുന്നുണ്ട്. അതിൻ്റെ മുന്നിൽ കൂടെ പോവാതെ അങ്ങോട്ട് ചെല്ലാനൊരു വഴിയും കാണുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇവിടുത്തെ റൂട്ടുകളൊക്കെ ആദ്യം എടുക്കാം. ആ നിൽക്കുന്നത് നല്ല ലൂട്ടുള്ളൊരു സ്ഥലത്താണ് ആ നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. ആഹാ, എക്യുപ്പ്. ഈ വിരളല്ലേ ബങ്കറിലോട്ട് കയറാനുള്ള ഒരു പാസ്സുള്ളത്? ഈ ജെയിൻറ്റിനെ കൊല്ലണ്ട, ശരിക്കും ഇവിടുന്ന് ഓടിയാൽ മതിയെന്ന് തോന്നുന്നു. ഓടിയിട്ട് നമുക്ക് തിരിച്ചൊന്ന് പെട്ടിയെടുക്കാം. നിങ്ങൾ പോര്, ഇങ്ങോട്ട് പോരും. എൻ്റെ കൂടെ പോരെ. ഇത് വരാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ ഇത് വരാൻ പറ്റുന്നത്? നിങ്ങൾക്കെങ്ങനെ ഇതുവഴി വരാൻ കഴിയുന്നു? ഈ ഒരു സാധനത്തിന് വേണ്ടിയാണോ വരുന്നത്? പൊന്നുപോലെ ഈ ഒരു സാധനത്തിന് വേണ്ടി ഇവിടെ ചാവാൻ കിടക്കുന്നുണ്ടല്ലോ. ഇതിലിപ്പരം അപമാനം നമുക്കില്ല. നിനക്ക് പ്രാന്ത ഫ്രൻസി ജെയിൻറ്റ്. ആയിക്കോട്ടെ. 325 പോയിന്റ് വെച്ച് വന്നിരിക്കുക മനുഷ്യനെ കൊല്ലാനായിട്ട്. നമുക്കിവിടെ നിൽക്കണ്ട. നമുക്ക് കിട്ടിയ ഒരു ഫിംഗറൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ നാട് വിടാം. നമ്മുടെ ഓരോ വട്ട് കേസിൻ്റെ അടുത്ത് 60 എനർജി ഉണ്ട്. തൽക്കാലം നമുക്ക് വീട്ടിൽ പോയിട്ട് ആ സാധനം സേഫ് ആക്കിയതിന് ശേഷം മാത്രം കളിക്കാം. മീൻ വൈൽ നമുക്കിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. മീനവിയൽ ഇൻബോക്സിൽ ടേക്ക് വെപ്പണല്ലേ, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫാബ്രിക് ഒന്നും എടുക്കുന്നില്ല, അത് അവിടെ കിടക്കട്ടെ. പ്ലേറ്റ് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി.
ഓക്കെ, എന്താ ആ അച്ചാർ കുപ്പിക്കാണ് അവിടെ രണ്ടുപേര് കാവൽ നിന്നത് അല്ലേ, ആളെ പറ്റിക്കാനായിട്ട്. അതെടുത്തു നമ്മള്, ആ വെപ്രാളത്തിലെടുത്തു. മെടുക്കൻ. ഓപ്പൺ ഓപ്പൺ യൂസ് യൂസ്. ഓക്കെ, നമ്മുടെ ഒരു ഉസി ഉണ്ടെന്ന് തോന്നുന്നു. ആ ഉസി നമ്മൾ എടുത്തിട്ട് നമുക്കൊന്ന് വെപ്പൺ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സെറ്റപ്പ് നോക്കാം. ഇത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, ആവശ്യം വരും. ഇവിടെ വയ്ക്കാൻ പറ്റുന്ന ഐറ്റംസ് ഏതൊക്കെയുള്ളത്? ഇതും വെക്കാം. പിന്നെ ഉള്ളത് ഈ കൂപ്പൺ, ദിസ് കൂപ്പൺ, ദാറ്റ് കൂപ്പൺ എല്ലാം ഇതിലേക്ക് വയ്ക്കാം. സ്ഥലമില്ല, വീട് പണിയേണ്ടി വരും. മോഡിഫിക്കേഷൻ അല്ലേ ഉസി, ഫില്ലപ്പ് ചെയ്യാൻ സാധനം. വെറുതെ ഇത്ര സാധനം വേസ്റ്റ് ആവുമോ? ഇനി സാധനമില്ല. സോ ദിസ് കസ്റ്റമൈസേഷൻ ആയിക്കോട്ടെ, പറ്റത്തില്ല. ഗണ്ണെടുത്ത് വെറുതെ തുറക്കൊണ്ട് വയ്ക്കുന്നു. നമുക്ക് ജസ്റ്റ് സ്പെക്ടേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ക്യാരറ്റ്സ് ഇല്ല, ഇതെടുക്കാം. നമ്മൾ നേരെ പോകുന്നു പുതിയൊരു മാപ്പിലേക്ക്. ഈ സ്ഥലം ഇവിടെ എന്നുള്ള ഈ സ്ട്രേഞ്ച് പ്ലേസിന് വെച്ച് നാച്ചുറൽ ക്ലൈമറ്റ് ക്രീച്ചേഴ്സ് 10 ഉള്ളൂ. തൊട്ടടുത്താണ് സ്ഥലം. ക്ലൈമറ്റ് അനോമലി എന്നാണ് പറയുന്നത്. നോക്കാം. ക്ലൈമറ്റിനുണ്ടായ അപാകതകൾ, വ്യാകപ്പിഴകൾ. നമ്മൾ ഡെഡ് ആകും എന്നാ തോന്നുന്നു. ഈ ടോക്സിക് ഗ്യാസിൽ ആകുമോ? വന്ന സ്ഥിതിക്ക് വല്ല കമ്പ് എടുത്തിട്ട് പോവാം. കമ്പുണ്ട്, ബെറീസ് ഉണ്ട്, മൂവ് ചെയ്തിട്ടെടുക്കണം പറയുന്നത്. അമ്പട പ്ലസ്. ഇത് വലിയ സോംബിയാണോ? അടുത്തോട്ട് പോയി നോക്കാം. എത്ര പോയിന്റ് ഉണ്ട്? 120 പോയിന്റ്. കൊല്ലാൻ പറ്റുമോ? അടുത്തടുത്ത സാധനങ്ങളുണ്ട്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാലോ. ബാഗ് എടുത്തു. സ്കില്ല് മാറ്റണം. ഹീലിങ്. ഓക്കെ, പറഞ്ഞോണ്ടിരിക്കും പഠിക്കല്ലേ. യൂസ് കൊല്ലരുത് കൊണ്ടിട്ട് വന്ന് എനിക്കെന്തത് മനസ്സിലാവും. എന്താ സംഭവം നോക്കാനുള്ളത്. യൂസ് ബെറി കഴിക്കൂ, സന്തോഷിക്കൂ. ഇനിയുണ്ട് കൊല്ലാൻ. മൂന്ന് ബെറി. ഫാസ്റ്റ് ബൈറ്റർ. Come on. Toxic spectre.
നിൻ്റെ ഈ സ്പിറ്റ് ഇടാകുമ്പോഴേക്കും ശരിയായി. ഇല്ലായിരുന്നെങ്കിലേ അവർക്കാർക്കും എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. എന്തുവാടി, കിട്ടിയ സാധനം ചാക്കിലാക്കി പോവാം. വല്ല ലൂട്ടും ഉണ്ടോ ഇവിടെ? അങ്ങനെ യെസ്, ലൂട്ടുള്ള സ്ഥലമാണ്. ഓക്കെ, റേഡിയോ നോയ്സ്. ഓക്കെ, ഈ സാധനം അടുത്തോടെ പ്ലേസ് ചെയ്യുന്നു. യൂസ് കഴിക്കുന്നു. അതൊക്കെ പുറത്തിറങ്ങുന്നു. വെപ്പൺ കുഴപ്പമില്ല നിലവിൽ, പക്ഷേ സാധ്യതയുണ്ട്. എന്താ ഇവിടെ പറഞ്ഞതെന്നോട് നോക്കട്ടെ. അവർക്ക് ഇറ്റ്സ് നോട്ട് ഹുക്ഡ് അപ്പ് എനിത്തിങ്, ഹൗ ഇസ് വർക്കിംഗ് ബെറ്റർ നോട്ട് സ്റ്റിയർ. ഓക്കെ, അത്രേ ഉള്ളൂ. കഴിഞ്ഞാൽ പോണം. പക്ഷെ ടോക്സിക് സ്പൈഡർ തുപ്പിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. ഡാമേജ് ആകരുത്. ഈ രണ്ടുപേരുണ്ട് കൊല്ലാൻ. ഡാമേജ് ആവരുത്. വെപ്പൺ പോലും കൈവച്ചിടിച്ച് കൊള്ളേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്തെത്ര ലൈഫ് പോകുന്നേ? റീസൺ പറ. ലൈഫ് എന്തെത്ര പോകുന്നേ? യൂസ് ചെയ്തു. നമ്മുടെ കയ്യിൽ മറ്റേത് ഉണ്ടാക്കാനുള്ളൊരു കമ്പ് വേണമല്ലോ. ക്രാഫ്റ്റ് ചെയ്യണം. സ്പിയർ ക്രാഫ്റ്റ് ചെയ്തു. നമ്മുടെ കയ്യിൽ സ്പിയറുണ്ട്. എക്യുപ്പ് ചെയ്തു. ബാൻഡേജ് ഒന്നുമില്ല, മെഡിസിൻ ഒന്നുമില്ല. ഇനി ഒരു പെയിൽ സോംബിയും കൊണ്ട് കൊല്ലാനുണ്ട്. വിത്തൗട്ട് ലൈഫ്. എവിടെന്നെങ്കിലും കുറച്ച് ബെറീസ് സെറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ടാസ്ക് ആവും. ഫ്ലോട്ടർ എൻ്റെ പുറകെ പോരെ, സമാധാനമാവുമല്ലോ. ഇത്രയും വലിയ നിന്നെ ഞാൻ ഇങ്ങനെ കൊല്ലുന്ന കുഞ്ഞ്, ഒന്ന് പോയിക്കൊന്ന് മാറി. എന്നെ കൊല്ലാൻ സമ്മതിക്കത്തില്ലല്ലേ? അപ്പോൾ ശരി, ഞാൻ പോയിട്ട് വരാം കേട്ടോ. സോ നമ്മുടെ കയ്യിൽ കുറച്ചുകൂടി ബാൻഡേജ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് നോക്കാമായിരുന്നു. പക്ഷെ കൊള്ളാം. എനിക്കൊന്നും ഒരു പെയിൽ സോംബിയും കൂടെ കൊന്നു കഴിഞ്ഞാൽ ലൈഫ് ഫുള്ളാവുമായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ഹീലിങ്ങിൻ്റെ അത് നോക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് എൻ്ററായിട്ട് നോക്കാം. നമുക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടോ, കുടിക്കാനുണ്ടോ, കഴിക്കാനുണ്ടോ നോക്കട്ടെ. കമോൺ, ഇൻബോക്സിൽ എന്തെങ്കിലും ഉണ്ടോ? ഇൻബോക്സ്. ഒരു ഇൻബോക്സ്. യെസ്, ടേക്ക്. ക്യാൻഡ് ഫുഡ് ഉണ്ട്. ജസ്റ്റ് അത് യൂസ് ചെയ്ത് നോക്കാം. ലൈഫ് യൂസ്. ഓക്കെ, ഇത്രയുണ്ട്. ഓക്കെയാണ്. നീ ബാൻഡേജ് ഉണ്ടാക്കാൻ 2 എണ്ണം വേണ്ടി വരും. എൻ്റെ
മൂന്ന് സോംബിനെയും മൊത്തത്തിൽ കൊല്ലാനുള്ള. ഫ്ലോട്ടറിനെ കൊല്ലുന്ന കാര്യം പാടായിരിക്കും. മറ്റേനെ തന്നെ തട്ടിക്കഴിഞ്ഞാൽ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഒരു മിഷൻ കംപ്ലീറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ സംഭവം എളുപ്പമായിരുന്നു. ആദ്യം തന്നെ കൊല്ലുവാണോ? സ്ക്രീൻ ലോഡാവുന്നില്ല. ഓക്കെ. ബ്ലോട്ടർ ചേട്ടൻ. നീ കൂടെ ഉള്ളു. ചാവില്ല. എന്നാ ശരി. ഫാസ്റ്റ് ബൈറ്ററിനൊന്നും കൊല്ലാൻ ഈ സാധനം പറ്റുമെന്ന് തോന്നില്ല. ക്ലൈമറ്റ് അനോമലി. ആക്ച്വലി അവിടെ പോയിട്ട് വലിയ ലൂട്ടൊന്നും കാണാനില്ലല്ലോ. സോ നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ തിരിച്ചു വരാം. 10 ലൈഫ്. അനോമലി സീസണിലെ ക്ലൈമറ്റ് റിവാർഡ് എന്താ നോക്കാം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് നമുക്കൊരു സമാധാനമുള്ളത്. ഹോം. Anomaly season. Take. Close. The reward for the contract. Only use the resonator and the keys will be yours. Anomaly kill stalking bruises. ഇത് യൂസ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഗൈഡ് കാണാം. റെസൊണേഴ്സ്. ഇത് വയ്ക്കൂ. പിന്നെ ഉള്ളത് ഇത് തിരിച്ചു വയ്ക്കാനുള്ളൊരു സ്ഥലം. പിന്നെ ഈ പാറ വയ്ക്കാനുള്ള സ്ഥലം. ചെറിയ പാറ വയ്ക്കാനൊരു സ്ഥലം തരില്ല. ഓക്കെ, ഇവിടെ വയ്ക്കാം. ഈ റേഡിയോ ഇത് എൻ്റെ ആവശ്യമില്ലായിരുന്നു. വല്ല പാട്ട് വല്ലതും മാറ്റിടാൻ പറ്റും നോക്കട്ടെ ആദ്യം. യെസ്, നോ, റോച്ച. ഇത് എടുത്തു. ഈ സി ഡി എടുത്തിട്ട് പുതിയ സി ഡി എന്നിട്ട് നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ. സെയിം സി ഡി തന്നെ ആയിരിക്കുമോ? കമോൺ, പ്യാട്ടൊന്നുമില്ല. ഇനിയുള്ളത് ന്യൂ ബോക്സ്. ഇത്രയും സാധനം. ബാഗിലെന്താ? ഈ അക്രിബിക്രി സാധനമാണ്. അക്രിബിക്രി സാധനം പിടിട്ടു. ഒരു കല്ലുണ്ട്. സോ എനിവേസ് ഗൈസ്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. നമ്മൾ ഇപ്പോൾ ഏകദേശം വെപ്പണൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വേറൊരു ദിവസം നമ്മുടെ ബങ്കർ ആൽഫയിലോട്ട് പോകാം. അതിനുള്ള ഒരു ഫിംഗർ കിട്ടിയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.